രാജ്യത്ത് പുറത്തിറക്കുന്ന എല്ലാ ഫോണിലും സഞ്ചാർ സാഥി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തിനെതിരെ വ്യാപക പ്രതിഷേധം. സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് നടക്കുന്നതെന്നും ഒളിഞ്ഞുനോട്ടമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും പ്രിയങ്ക ഗാന്ധി ആരോപിച്ചു. പ്രതിഷേധങ്ങൾക്കിടെ വിശദീകരണവുമായി കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ രംഗത്തെത്തി. പ്രീ ഇൻസ്റ്റാൾ ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ആപ്ലിക്കേഷൻ ഉപഭോക്താക്കൾക്ക് ഡിലീറ്റ് ചെയ്യാമെന്ന് മന്ത്രി പറഞ്ഞു. You said snooping app, so it is a snooping app. I mean, clearly, it's ridiculous. Now, where else do they want to... Citizens have their right to privacy. Even all of you must be having a right to privacy. It's not just snooping on the telephones. It's overall turning this country into a dictatorship in every form. You ask me every day why Parliament is not functioning. It's not functioning because they're refusing to talk about anything. संचार साथी एक ऐप है और एक पोर्टल है जिसके आधार पर हर एक उपभोक्ता अपनी सुरक्षा अपने हाथों से कर पाता है. ये जन भागीदारी का एक कदम है. इसमें लोगों को ऑब्जेक्शन नहीं, लोगों को स्वागत करना चाहिए. ആദിൽ പാലോട് നമുക്കൊപ്പം. ഗുഡ് ഈവനിങ് ആദിൽ പാലോട്. ഇൻബിൽറ്റായി സ്മാർട്ട് ഫോണുകളിൽ ആപ്ലിക്കേഷൻസ് പലതും വരാറുണ്ട്. അതിൽ പലതും നമ്മൾ ഉപയോഗിക്കാറ് പോലുമില്ല. ഇങ്ങനെ എടുത്തു നോക്കുമ്പോഴേക്കും ഇതൊക്കെ എന്തിനാണെന്നുള്ളത് ചിലപ്പോൾ നമുക്ക് ആലോചിച്ചും പോകും. സ്ഥിരം ഉപയോഗിക്കാത്ത ആപ്പുകളാണ്. സഞ്ചാർ സാഥി ഇൻബിൽറ്റ് ആപ്ലിക്കേഷനായി വരണം എന്നുള്ള ആ ഒരു നിർദ്ദേശത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ്? ഒരു ഇന്ത്യൻ പെഗാസസ് എന്നുള്ള ആരോപണം പ്രതിപക്ഷം ഉയർത്തുന്നതിന്റെ പശ്ചാത്തലം എന്താണ്? സുജയ, ഇനി നമ്മൾ പുതിയ മൊബൈൽ ഫോണുകൾ വാങ്ങുമ്പോൾ ഈ മൊബൈൽ ഓണാക്കുമ്പോൾ തന്നെ നല്ല വൃത്തിയായി സഞ്ചാർ സാഥി ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ കാണാനാകും എന്നതാണ് കഴിഞ്ഞ നവംബർ 28-നാണ് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം എല്ലാ കമ്പനികൾക്കും, മൊബൈൽ നിർമ്മാണ കമ്പനികൾക്കും ടെലികോം മന്ത്രാലയം നൽകുന്നത്. ഏതായാലും ഇത് എന്തിനു വേണ്ടി എന്നതാണ് ചോദ്യം. സർക്കാർ പറയുന്നതാകട്ടെ, നമ്മുടെ ഫോൺ മൊബൈൽ മോഷണം പോയാൽ അത് ട്രേസ് ചെയ്യാനും അത് കണ്ടെത്താനും വളരെ വേഗത്തിൽ സാധിക്കും. മറ്റൊരു ഉപയോഗം സൈബർ തട്ടിപ്പുകൾ കണ്ടെത്താനും അത് തടയാനും ഈ ആപ്ലിക്കേഷൻ വഴി കഴിയും എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ തന്നെയാണോ എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണം. ഒളിഞ്ഞു നോക്കുകയല്ലേ സർക്കാർ എന്നുള്ളതാണ്. നമ്മൾ എവിടെ പോകുന്നു, ആളുകൾ, പൗരന്മാർ എന്തൊക്കെ സെർച്ച് ചെയ്യുന്നു എന്നൊക്കെ അറിയേണ്ട കാര്യം സർക്കാരിനുണ്ടോ എന്നതാണ് പ്രധാനമായും പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണം. ഇത് ഇന്ത്യയാണോ സൗത്ത് കൊറിയയാണോ എന്നുകൂടി പ്രതിപക്ഷം ചോദിക്കുന്നു. ലോക്സഭയിൽ നിങ്ങൾ നിരീക്ഷണത്തിലാണ് എന്നതാണോ ഈ മൊബൈലിലൂടെ സർക്കാർ പറയുന്നത്?